പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ലൊരു ദിവസം നൽകി അനുഗ്രഹിച്ചതിന് കർത്താവിന് നമുക്ക് നന്ദി പറയാം. നമ്മളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്കല്ല, ജീവിതത്തിൻ്റെ പ്രതികൂലമോ അനുകൂലമോ ആയ അവസ്ഥകളിലേക്ക് അല്ല നമ്മുടെ നോട്ടം ഇന്ന് പോകേണ്ടത്. മറിച്ച് ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്താം. ഇന്ന് നമ്മുടെ ഒരേ ഒരു പ്രത്യാശ ദൈവമായിരിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ ഒരേ ഒരു ബലം ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് തോന്നേണ്ടത് ദൈവത്തെക്കുറിച്ചായിരിക്കട്ടെ. നമുക്ക് ഒരു ദാഹമുണ്ടായിരിക്കേണ്ടത് ദൈവത്തെക്കുറിച്ചായിരിക്കട്ടെ. ഇന്ന് ദൈവമായിരിക്കട്ടെ നമ്മുടെ എല്ലാം. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാവും. എല്ലാവരുടെയും ജീവിതങ്ങളിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകും. കർത്താവ് ഇടപെട്ടാലല്ലാതെ ഒരു പ്രതിവിധി കാണാൻ കഴിയാത്ത അവസ്ഥകൾ, ബന്ധനങ്ങൾ, ചങ്ങലകൾ, തടസ്സങ്ങൾ, ദുഃഖങ്ങൾ, സഹനങ്ങൾ, മുറിവുകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 68:28 ദൈവമേ, അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേ, അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ. ഇന്ന് യാചിക്കണം കേട്ടോ. കർത്താവേ, അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ എന്ന്. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശുവും ശിഷ്യന്മാരും ഇങ്ങനെ കടലിലൂടെ യാത്ര ചെയ്യുകയാണ്. ഈശോ വഞ്ചിയിൽ അമരത്ത് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ പെട്ടെന്ന് കാറ്റും കോളും ഉണ്ടാവുകയും വെള്ളം വഞ്ചിയിലേക്ക് കയറുകയും അവരെല്ലാവരും മുങ്ങാൻ പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ കരഞ്ഞ് നിലവിളിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾ മുങ്ങാൻ പോവാണ്, അങ്ങ് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. അപ്പോൾ കർത്താവ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയും മയക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയും കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അവിടുത്തെ ശക്തിയാൽ കാറ്റും കടലും പ്രകൃതിയും ശാന്തമാകുന്നുണ്ട്. കർത്താവിൻ്റെ ശക്തി വേണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിക്കാൻ, നമ്മെ ഉയർത്താൻ കർത്താവിന് മാത്രമേ പറ്റുള്ളൂ. കർത്താവെ, ഇന്ന് എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ. ജോലി മേഖലകളിൽ, ബിസിനസ് മേഖലകളിൽ, പഠന മേഖലകളിൽ, പരീക്ഷാ മേഖലകളിൽ, ചെയ്യാൻ പോകുന്ന എല്ലാ മേഖലകളിലും അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ, അങ്ങ് ഇന്ന് ശക്തി പ്രകടിപ്പിക്കണമേ എന്ന് ടൈപ്പ് ചെയ്യുക കേട്ടോ. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.